ഏതായാലും ഇപ്പോഴും ആ പട്ടിക പുറത്തേക്ക് വന്നിട്ടില്ല. അകത്ത് ചർച്ചകൾ നടക്കുന്നു. ബൽറാം നെടുങ്ങാരി ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിക്ക് മുൻപിലുണ്ട്. ബൽറാം, ഈ കാത്തിരിപ്പ് അതിങ്ങനെ നീണ്ടു പോവുകയാണല്ലോ. അല്പം മുൻപ് കെ ജെ ജോർജ് പറഞ്ഞത് അന്തിമഘട്ടത്തിലെത്തി ചർച്ച എന്നുള്ളതാണല്ലോ. ഇനിയും നേതാക്കൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. ഈ കേരളത്തിലേക്ക് മടങ്ങാനുള്ള നേതാക്കൾ അവരുടെ തീരുമാനം മാറ്റിവെച്ചോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ബൽറാം? പുരോഗമിക്കുന്നു. ഒരു തീരുമാനം എത്തിയിട്ടില്ല. സങ്കീർണമായ സാഹചര്യമാണ് കോൺഗ്രസ് നേതൃത്വ ബൽറാം തുടരാം. ഉന്മേഷ്, കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായ ഒരു സാഹചര്യം അത് തുടരുകയാണ്. അത് പരിഹരിക്കാനുള്ള ചർച്ചകൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ പുരോഗമിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നേതാക്കൾക്കൊപ്പം എത്തിയ മറ്റ് ആളുകൾ, അവരുടെ സ്റ്റാഫ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരും കാത്തു നിൽക്കുകയാണ് ഈ യോഗം പൂർത്തിയാകുന്നതിനായി. അല്പസമയം മുമ്പ് ഈ യോഗത്തിൽ നിന്നും കെ ജെ ജോർജ് എന്ന കർണാടക മന്ത്രി, CC അംഗം കൂടിയാണ് അദ്ദേഹം മാത്രമാണ് പുറത്തു വന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നുള്ളത് യോഗം പുരോഗമിക്കുന്നു, അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും, താൻ പൂർത്തിയാകും മുമ്പ് പുറത്തിറങ്ങിയതാണ്. അതേസമയം കെ സുധാകരൻ അടക്കമുള്ളവർ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമായോ എന്ന ചോദ്യത്തോട് മറ്റു നേതാക്കൾ ഈ വിഷയം വിശദീകരിക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്തായാലും കേരളത്തിന് ഗുണകരമാകുന്ന ഒരു തീരുമാനം ഈ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് അദ്ദേഹം പങ്കുവച്ചതും. എന്തായാലും യോഗം പുരോഗമിക്കുകയാണ്. ഈ ഒരു യോഗത്തിൽ നിന്നും ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തയ്യാറാക്കിയ ധാരണയ്ക്ക് അംഗീകരിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനം തന്നെയാണ് പുറത്തേക്ക് വരേണ്ടത്. അല്ല എങ്കിൽ അത് പാർട്ടിക്ക് വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും. ഈ ഒരു സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അലട്ടിയിരുന്നത്. അതിൽ പ്രധാനം എന്നുള്ളത് 2 MP-മാർ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയത് തന്നെയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും സ്വാധീനമുള്ള 2 നേതാക്കൾ ഇത്തരത്തിൽ മത്സരിക്കാൻ താല്പര്യമറിയിച്ച് രംഗത്തെത്തുകയും ഹൈക്കമാൻഡ് സിറ്റിംഗ് MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന നേതൃത്വം ഒരു ധാരണയിൽ എത്തിയെങ്കിലും അതുപോലും അംഗീകരിക്കാതെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തതാണ്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന ഒരു നിലപാടിലേക്ക് മല്ലികാർജ്ജുൻ ഖർഗെയുടെ സാന്നിധ്യം ഇല്ലാതിരുന്ന രണ്ടാമത്തെ CEC യോഗത്തിൽ ധാരണയിലേക്ക് എത്തിയിരുന്നെങ്കിലും അത് പാർട്ടിയുടെ അധ്യക്ഷൻ, ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തിന് കടുത്ത എതിർപ്പ് ഈ വിഷയത്തിലുണ്ട്. അത് നേതാക്കളെ അറിയിച്ചു. തുടർന്നാണ് വീണ്ടും ഒരു പ്രത്യേക CEC ചേരാൻ തീരുമാനിച്ചത്. അർദ്ധരാത്രിയിൽ അദ്ദേഹത്തിന്റെ വസതിയിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന യോഗം ഇപ്പോഴും തുടരുകയാണ്. സങ്കീർണമായ ചർച്ചകൾ ആണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയുടെ രാജാജി മാർഗിലെ 10ാം നമ്പർ വസതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു യോഗത്തിൽ നിന്നും അനുകൂലമായ, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് ചേർന്ന രണ്ടാമത്തെ CEC യോഗത്തിൽ എടുത്ത ഒരു തീരുമാനം, അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് നേതാക്കൾക്ക് മുന്നിലുള്ള വലിയ വെല്ലുവിളി. ഈ യോഗത്തിന്റെ തീരുമാനം എന്ത് തന്നെ ആയാലും അത് സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ വലിയ തോതിൽ ബാധിക്കുന്നതാണ്. അത് നേതാക്കൾക്ക് കൃത്യമായി തന്നെ ബോധ്യമുണ്ട്. എന്തായാലും ചർച്ചകൾ നീണ്ടുപോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനം കൂടുതൽ സങ്കീർണമാണ് സാഹചര്യം എന്ന് തന്നെയാണ്. 2 മണിക്കൂറോളം ആകുന്നു ഈ ഒരു ചർച്ചകൾ. 11 മണിക്ക് ആരംഭിച്ച ചർച്ചകളാണ് ഇപ്പോഴും ഈ ഘട്ടത്തിലും ആ ചർച്ച പുരോഗമിക്കുകയാണ്. പ്രത്യേക CEC യോഗം മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ പുരോഗമിക്കുകയാണ്. ഈ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിനിടെ നേതൃത്വത്തെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നേതാക്കൾ തമ്മിൽ ഉണ്ടായി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. 4 സീറ്റുകളിൽ ഒരു ഒറ്റപ്പേരിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. കൂടാതെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ KC വേണുഗോപാലും VD സതീശനും തമ്മിൽ ഏറ്റുമുട്ടുന്ന, വാക്പോര് നടത്തുന്ന സാഹചര്യം ഈ ഒരു യോഗത്തിനിടെ ഉണ്ടായിരുന്നു. കൂടാതെ മറ്റ് 3 മണ്ഡലങ്ങൾ, നെടുമങ്ങാട്, വാമനപുരം, ഇടുക്കി, കൊച്ചി മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് ഇത്തരത്തിലുള്ള തർക്കം നിലനിന്നിരുന്നത്. അത്തരത്തിലുള്ള തർക്കം ഇപ്പോഴും തുടരുന്നുണ്ട്. അതേസമയം പെരുമ്പാവൂർ സീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റും എന്നുള്ള ഒരു
തീരുമാനം. അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിയിരുന്നെങ്കിലും കൂടുതൽ സമ്മർദ്ദവുമായി അദ്ദേഹവും ഇന്ന് ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ യോഗം അന്തിമഘട്ടത്തിൽ എത്തിയെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്ത് തീരുമാനത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഏവരും ഉറ്റുനോക്കുകയാണ് അവിടെ നിന്ന് വരുന്ന ആ തീരുമാനത്തെ. കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക എപ്പോൾ എന്നുള്ളതാണ് ചോദ്യം. ഇന്ന് പുലർച്ചെ തന്നെ ആ പട്ടിക വരുമോ, അതോ നാളെ രാവിലെ ആ പട്ടിക നമ്മെ തേടിയെത്തുമോ? അതാണ് അറിയേണ്ടത്. കെ സുധാകരന് സീറ്റുണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹം ചെലുത്തുന്ന സമ്മർദ്ദം സംബന്ധിച്ച വിവരങ്ങൾ ഇതിനോടകം തന്നെ KPCC നേതൃത്വം, കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ, അവിടെ ACC അറിയിച്ചിട്ടുള്ളതാണ്. ഖർഗെയോടും ഇപ്പോൾ നേതാക്കളത് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കരുതേണ്ടത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം പൊതു തീരുമാനമെടുത്തതാണ് MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ളത്. ആ തീരുമാനത്തിൽ ഇളവ് നൽകി കെ സുധാകരനെ മത്സരിപ്പിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം അദ്ദേഹം ചെലുത്തുന്ന സമ്മർദ്ദം അത്രയ്ക്ക് ശക്തമാണ്. അദ്ദേഹം ഡൽഹിയിലുണ്ട്, അദ്ദേഹത്തിന് അനുവദിച്ചിട്ടുള്ള ആ ഫ്ളാറ്റിൽ ഉണ്ട്, MP-മാരുടെ ഫ്ളാറ്റിൽ അദ്ദേഹമുണ്ട്. അദ്ദേഹം ഡൽഹിയിലെത്തി ആ ഫ്ളാറ്റിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹത്തെ അവിടെ എത്തി നേതാക്കൾ കാണുന്നുണ്ടായിരുന്നു. അവിടെ എത്തി തന്നെ കണ്ട നേതാക്കളോടൊക്കെ തന്റെ നിലപാട് അദ്ദേഹം പറഞ്ഞതാണ്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ ഫ്ളാറ്റിലെത്തി അദ്ദേഹത്തെ പലവട്ടം കണ്ടതാണ്. അപ്പോഴൊക്കെയും തന്റെ തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. കെ സുധാകരൻ ചെലുത്തുന്ന സമ്മർദ്ദം അതെത്രമേൽ ശക്തമാണ് എന്നുള്ള കാര്യം കേരളത്തിലെ നേതാക്കൾ ഇതിനോടകം തന്നെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കെ സുധാകരനെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു പട്ടിക, കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കട്ടെ എന്നുള്ളൊരു തീരുമാനം അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അതിനൊപ്പം ഉയർന്നു വന്ന ഒരു ചോദ്യം, അങ്ങനെയെങ്കിൽ അടൂർ പ്രകാശിന് ഇളവുണ്ടാകുമോ എന്നുള്ളതാണ്. അടൂർ പ്രകാശിന് കോന്നിയിൽ മത്സരിക്കാൻ ഇളവുണ്ടാകുമോ എന്നുള്ളതാണ്. അങ്ങനെയും ചോദ്യങ്ങൾ ഉയർന്നു. അപ്പോൾ രണ്ടു നേതാക്കൾക്ക് ഒരുപക്ഷെ ഇളവുകൾ കിട്ടിയേക്കാം. കണ്ണൂർ കരുത്ത് കോൺഗ്രസിന്റെ, അത് കെ സുധാകരനാണ്. മറ്റൊന്ന് അടൂർ പ്രകാശ്, അദ്ദേഹം ഒരു പ്രമുഖ നേതാവാണ് ഇഴവ സമുദായത്തിൽ നിന്നുള്ള. അപ്പോൾ അദ്ദേഹത്തിനും ഇളവ് നൽകി മത്സരിപ്പിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഉയർന്നതാണ്. അത്തരത്തിൽ ഒരു പട്ടിക പുറത്തു വന്നേക്കും എന്ന് കരുതിയതാണ്. പക്ഷേ അതിലൊന്നും ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നില്ല. ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.